സർ, പാലക്കാട് 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരന് പാലക്കാട് നഗരസഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടിൻ്റെ 7 കൃഷ്ണകുമാറിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാനായി ചുക്കാൻ പിടിച്ചൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും തുടക്കം മുതലേ BJPക്ക് അടിപതറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ BJPയുടെ വലിയ വീഴ്ചയാണ്. അത് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശ പടർത്തിയിട്ടുണ്ട്. ഈ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സന്ദീപ് വാര്യർ ഫാക്ടറാണ്. എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് അതാണ്. സന്ദീപ് വാര്യർ കാരണം ഈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലീഡ് എന്ന് പറയുന്നത് 18,000 സംതിങ് ആണ്. അതിലേക്ക് രാഹുൽ മാങ്കൂട്ടം കുതിച്ചു കയറി ജയിച്ചു. കഴിഞ്ഞ തവണ മെട്രോമാൻ ഈ ശ്രീധരൻ്റെ കൂടെ ഷാഫി പറമ്പിൽ വേർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് സന്ദീപ് വാര്യർ എഫക്റ്റ് ആണോ? അങ്ങനെയാണെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നത് പാലക്കാടിൻ്റെ വാരിയറായി രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. സന്ദീപ് വാര്യർ ഒരു എഫക്റ്റ് ഫലിച്ചോ? BJPക്കാർക്ക് ഒരു പശ്ചാത്താപം ഇപ്പോൾ തോന്നുന്നുണ്ടോ? എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവിടെ കോൺഗ്രസ്സുകാർ ആദ്യം വന്നിട്ട് 20,000 ഞാൻ അന്നപ്പോൾ അത് ഹൈപ്പാന്നാണ് വിചാരിച്ചത്. 20,000 ജയിക്കുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് കോൺഗ്രസ്സുകാർ അതിന് കുറേയൊക്കെ ശരിയാവുന്നുണ്ട്. 20,000 പ്രതീക്ഷ, 18,000 വന്നു. സന്ദീപ് വാര്യർ ഉണ്ടാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മാർജിനൽ ഫാക്ടറായി മാറി. എന്ന് വെച്ചാൽ ഈ കൃഷ്ണകുമാറിനെ സുരേന്ദ്രനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഒരു ഐക്കണായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൂടെ തന്നെയുള്ള ഒരാൾ വന്നിട്ട് അയാൾ ഇങ്ങനെയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷെ ഈ ഇദ്ദേഹം പറഞ്ഞതും അഴിമതി ആരോപണമൊന്നുമല്ല. ആര് പറഞ്ഞത്? സന്ദീപ് പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾ ഏത് ഇലക്ഷനിലും അത് ക്ഷീരവികസന സമിതി തൊട്ട് മിൽമ തൊട്ട് ഈ പറയുന്ന ലോക്സഭ വരെയുള്ള ഇലക്ഷന് മൂപ്പർ തന്നെ മത്സരിക്കും. അതാണ്. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് വിചാരിക്കും. 2, സന്ദീപിനെ ഒതുക്കാൻ ശ്രമിച്ചു. അതായത് എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ കൊള്ളാവുന്ന ആളുകൾ വരുന്നതിന് എതിർപ്പ്. അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ സന്ദീപ് നല്ല ഡിബേറ്റർ എന്ന രീതിയിൽ സന്ദീപ് കൊള്ളാം, എന്നേ സംസാരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾ BJP നിൽക്കണമെന്ന് BJPക്കാരും RSSകാരും പലരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് RSSനെ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറായത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ വളർത്തുന്നില്ല. അപ്പം വളർത്താൻ നാളെ ഇപ്പോൾ ഇവരുടെ വീട്ടിലെ പിള്ളേരൊക്കെ ABVP-ലൊക്കെ ഉണ്ടാവും, യുവമോർച്ചയിലൊക്കെ ഉണ്ടാവും. ഇനി ഇവർക്ക് ഈ പെരുന്തച്ച ഫീലിംഗ് ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഫീല് വരും. അപ്പം കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണകുമാറാണ് പാലക്കാടിൻ്റെ എല്ലാം. പാലക്കാടിന് മാത്രമല്ല, കേരളത്തിൽ BJPയിലെ ഏറ്റവും ബഹുമാനായ നേതാവായിട്ട് ചിലപ്പം ഭാവിയിൽ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടൊക്കെ തന്നെ അദ്ദേഹം വരും. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJP ഗുണത്തെക്കാൾ അതിന് ദോഷം ചെയ്യും എന്ന് BJPയെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ ഫീൽ ഉണ്ടാക്കാൻ ഇത്തരം ചില വെളിപ്പെടുത്തലുകൾക്ക് പറ്റും. അതായത് സന്ദീപ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നത് പോലെ അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കേസുകളോ അല്ല. അതാണ് കാര്യം. അതൊക്കെ കൃഷ്ണകുമാറിനെ പറ്റി പറഞ്ഞ ആളുകൾ വിശ്വസിക്കുകയില്ല. പറഞ്ഞത് ഇത്തരം ചില കേസുകളാണ്. അതിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നു. അത് പിന്നെ ഇദ്ദേഹം തന്നെ വിളിച്ച് സോറി പറഞ്ഞു എന്ന് പറയുന്നു. അത് ഒരു സാങ്കേതികമായ പ്രശ്നമാണ്. BJP അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ സ്വാധീനിക്കില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. അതുപോലെ സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ PFI സന്ദീപ് വാര്യരെ സ്കെച്ചിട്ട എല്ലാ ആൾക്കാരെയും BJP താക്കീത് കൊടുത്തോ മാറ്റി. പക്ഷേ സന്ദീപ് വാര്യരെ മാത്രം അവിടെ നിലനിർത്തി. കാരണം PFI വന്ന് സന്ദീപ് വാര്യരെ വെട്ടിക്കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്നുള്ള രീതിയിൽ അത് സുരേന്ദ്രനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു. ആണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത് ജനങ്ങളെ RSSകാരെ സ്വാധീനിക്കും തോന്നുന്നില്ല. കാരണം RSSകാർക്കിടയിൽ ഓൾറെഡി ഒരു സംസാരമുണ്ടല്ലോ സാർ. അതായത് ഈ BJP പ്രവർത്തകരെ ഒരു സമയത്ത് PFIക്കാർ വ്യാപകമായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടല്ലോ. ആ സമയത്ത് പാർട്ടി നേതൃത്വം ഒന്നും ചെയ്യുന്നില്ല, കേന്ദ്ര നേതൃത്വം തീരെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, അതിനിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ പണി അവർ കൊടുത്തല്ലോ പല കാര്യത്തിനും. അതല്ല ഇങ്ങനെ അതില്ലെങ്കിൽ RSS പ്രൊട്ടക്ട് ചെയ്തോളൂ. അതിനുള്ള സംവിധാനം അവർക്കുണ്ട്. അവർക്ക് ഈ പോലീസും നമ്മൾ CPM-നെ പറ്റി RSS അവർക്ക് പോലീസ് ഇതൊന്നും വേണമെന്നില്ല. അപ്പോൾ അതൊരു ഉണ്ടയില്ലാത്ത വെടിയായിരുന്നു. വെടിയായിരിക്കും. അത് വൈകാരികമായിട്ട്. പക്ഷെ മറ്റേത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. ഇദ്ദേഹത്തിന് അമ്മ മരിച്ചപ്പം വന്നില്ല എന്നുള്ളത്. അത് കാരണം ഇദ്ദേഹത്തിന് അമ്മ ജനസംഘത്തിൻ്റെ നേതാവായിരുന്നു. കാരണം സ്വത്തൊക്കെ കുറച്ചൊക്കെ സംഘത്തിന് കൊടുത്തല്ലോ. അപ്പം അങ്ങനെ അവരുടെ ഒരു സോഫ്റ്റ് കോർണർ സംഘത്തിനാണ് പണ്ടത്തെ ആളുകളുടെ ഇടയിൽ. ഞാൻ സുരേഷ് ഗോപിനെ ഏൽപ്പിച്ച ആളുകളുണ്ട്. ഈ അവസരമൊക്കെ ഉരി വെച്ച് അപ്പൂപ്പന്മാരായി വാനപ്രസ്ഥത്ത് കഴിഞ്ഞ ആളുകൾ സുരേഷ് ഗോപിനെ ഏൽപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ വന്നാൽ എനിക്കറിയാം. ഭാര്യനെയും കൂടി അതുവരെ പുറത്താക്കാത്ത ഭാര്യനെയും കൂട്ടി വന്ന് വോട്ടെടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സ്വാധീനം അവരുടെ ഒപ്പീനിയൻ മേക്കേഴ്സ് അത് കൃഷ്ണകുമാറിനെതിരായിട്ടുണ്ടാവും. അപ്പം അല്ലെങ്കിൽ പോലും ആ ഒരു ഇലക്ഷൻ്റെ ഒരു സാഹചര്യത്തിൽ മേൽക്കൈ രാഹുലിനാണ്. ഞാനതിപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ തൊട്ടടുത്ത ഏഷ്യാനെറ്റ് ഡിസ്കഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം നമ്മൾ നോക്കുമ്പോൾ രാഹുലാണ് സ്ഥാനാർത്ഥിയെങ്കിൽ രാഹുലിനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഹുലിൻ്റെ സാധ്യത മങ്ങൽ വരുമെന്ന് എനിക്ക് തോന്നിയത് സരീന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് നമുക്ക് തോന്നുന്നത്. BJP പ്രശ്നമാകുന്നു, കോൺഗ്രസിന് വലിയ പ്രശ്നമാകും. ഇന്റേണലി കോൺഗ്രസിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പക്ഷേ വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ല. കോൺഗ്രസിനെ BJP പ്രശ്നം വരുന്നത് ഈ സന്ദീപായിട്ട്. അപ്പോൾ സ്വാഭാവിക ഗുണം ആർക്കാ കിട്ടുക? സരീനാണ് കിട്ടുക. പക്ഷേ സരീൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ സരീൻ്റെ ഗുണം കൊണ്ടല്ല, സരീന് ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാതെ എടുത്തതാണ്. കാരണം കോൺഗ്രസ് അയാളോട് പിന്നെ ഇവർ പറഞ്ഞു, പിന്നെ കോൺഗ്രസ് വന്നു നിങ്ങൾ IAS എന്ന് വെച്ചാൽ ഈ സാധനമാണ് അക്കൗണ്ടിങ് സർവീസ്, സിവിൽ സർവീസ് ടോപ്പ് IAS IPS ഞാനൊക്കെ അതിനെ ട്രൈ ചെയ്തത്. അത് കിട്ടിയില്ല, ഞാൻ പോവില്ല. ഈ 3 കിട്ടിയില്ല. താഴെയുള്ളതാണ് ഇത്. പൊതുവേ താഴെയുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രൈ ചെയ്ത് മുകളോട്ട് വരാൻ ശ്രമിക്കും. ഇയാൾ ശ്രമിച്ച് കിട്ടായിട്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ കോൺഗ്രസ്സുകാർ രാജിവെച്ച് വരാൻ പറഞ്ഞു. ഇങ്ങനെ അല്ലല്ലോ, രാജിവെച്ച് വന്നപ്പോൾ നല്ല പൊസിഷൻ കൊടുത്തു. കോൺഗ്രസ്സുകാർ രാജിവെച്ച് വരാൻ ഹരിതാവി നായർ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ്, അവരോടൊക്കെ പറയുന്നു. അല്ലെ കലക്ടർ ബോർഡിനോട് പറയില്ലേ. അപ്പം ഇത് ആ രീതിയിൽ ഇയാൾ വന്ന സമയത്ത് അഭയം കൊടുത്തു, നല്ല ഒരു സീറ്റും കൊടുത്തു ആ നാട്ടിൽ തന്നെ. ഇത്തവണ ചിലപ്പോൾ ഇയാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇയാൾ ജയിക്കുകയും ചെയ്യായിരുന്നു. പിന്നെ മാത്രമല്ല ഇയാൾ BJP സമീപിച്ചു എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്തു. ഒരു ഡോക്ടറും ചെയ്യാത്തതാണ്. ഏത് തീവ്രവാദി വന്ന കൊലപാതകത്തിന് ശിക്ഷപ്പെട്ട ആളാണെങ്കിൽ പോലും അയാൾ ചികിത്സ തേടി വന്നാൽ ചികിത്സ ഡോക്ടറുടെ ഉത്തരവാദിത്തം. ഇയാളത് ചെയ്യാതെ കോവിഡ് സമയത്ത് ഈ നമ്മുടെ മറ്റേ സംഭവം CAനെ അനുകൂലിക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയും ചികിത്സിക്കുന്നത് ബോർഡ് വെച്ച ആളാണ്. എന്നിട്ട് ഇയാൾ BJP സംസാരിച്ചത് ഇയാൾ ഇമ്മാതിരി ക്ലവായിരിക്കും. CPM ആരെ കിട്ടിയാലും അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് മുത്താന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാണാം ഒരു മുത്ത് തൃക്കാക്കരുണ്ടായിരുന്നു. ആ മുത്തിനെ പിന്നെ നമ്മൾ കേട്ടില്ല. ഇനി മുത്തിൻ്റെ കാര്യം എന്താ വന്നു. ഇതിൽ പൊളിഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ CPM BJP തമ്മിലൂടെ അന്തർധാരയുണ്ട്. ആ അന്തർധാരേൻ്റെ പുറത്ത് CPMമാർ BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ പൊളിഞ്ഞു. അത് പൊളിഞ്ഞാൽ പിന്നെ BJPക്കാണ് ആ അന്തർധാരേൻ്റെ അടിസ്ഥാനം സുരേന്ദ്രനാണെന്നും സുരേന്ദ്രനും പിണറായിയും തമ്മിലുള്ള ബന്ധമാണെന്നാണ്. അങ്ങനെയാണ് സുരേന്ദ്രൻ രക്ഷപ്പെടുത്താനല്ലേ പിണറായി ശ്രമിക്കുള്ളൂ. പിണറായി അവിടെ നല്ല മത്സരം CPM ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ സാധനം പൊളിഞ്ഞു. ഈ അന്തർധാരയൊന്നല്ല ഇത്. ചില ടാക്ടിക്കൽ വോട്ട് വരും. എന്ന് വെച്ചാൽ ഇപ്പം BJPക്ക് RSSന് BJP കാര്യമായിട്ട് നടക്കാൻ പോകുന്നില്ല. RSS വിചാരിക്കണം. RSSന് ഇവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കണം. BJPക്ക് വോട്ട് അവർക്ക് CPMന് വോട്ട് ചെയ്യും. CPMന് ഏതെങ്കിലും എന്താണ് കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കണം എന്നവർ തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ BJPക്കും വോട്ട് ചെയ്യും. ഇതൊക്കെ ഇത് BJPയുടെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി ഇവർ അങ്ങോട്ടും കൊണ്ടും ചെയ്തിട്ടുണ്ട് മുമ്പ്. പിന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തമ്മിലൊരു ഫെഡറൽ ബന്ധമുണ്ട്. എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമല്ല പോലെ നീ അവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുക, എനിക്ക് നിന്നോട് നിന്നെ തുക അറിയാൻ പറ്റുമോ? അതില്ലല്ലോ. അല്ലെ നമ്മൾ ഇരിക്കേണ്ട തീരുമാനിക്കണം. അതുപോലെ മോഡിക്ക് പിണറായി വിജയനെ കുറ്റം പറയാം, പിണറായി വിജയനെ മോഡി കുറ്റം പറയാം. പക്ഷേ കേരള മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രി കുറ്റം പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അവർ തമ്മിൽ സഹകരിച്ച് പോകേണ്ടതാണ്. സഹകരിച്ച് പോകുകയാണെങ്കിൽ മാത്രമേ ഈ രാജ്യമായി നിൽക്കുള്ളൂ. ആ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. മനസ്സിലായോ? ഇതിനെയാണ് ഇവർ എന്തെന്ന് പറയുന്നത് ബാന്ധവം ഉണ്ടായിരുന്ന ഇവിടെ LDF UDF തമ്മില്ല BJPക്കെതിരെ ഓപ്പൺ ബാന്ധവം ഉണ്ടായിരുന്നു. പിന്നെ ടാക്ടിക്കൽ വോട്ട് ഇവർ ചെയ്യാറുണ്ട്. പല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും ടാക്ടിക്കൽ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന അന്തർധാരയുടെ ഫലം എന്നല്ല, അത് ഇവിടെ ഇപ്പം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ഇതൊക്കെയാണ്. പിന്നെ എനിക്കൊന്നും പാലക്കാട് ഈ പറഞ്ഞ കോൺഗ്രസിനെ കൂട്ടി നിർത്തുന്നതിൽ ഈ മുസ്ലിംസിൻ്റെ ഒരു സ്വാധീനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം BJP അവിടെ അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ. പക്ഷേ കൃഷ്ണകുമാർ അവകാശപ്പെട്ടത് പിരായിരി പഞ്ചായത്തിലടക്കം പാലക്കാട് നഗരസഭയിലടക്കം 25% മുസ്ലിംസ് അവിടെ ഉണ്ട്, അവരുടെ ഇടയിൽ ഞങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്, അവരുടെ വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ വന്ന് വീഴ്ന്നിരുന്നു എന്നൊക്കെയാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നൊന്നും പറയാൻ പറ്റില്ല. പാലക്കാട് നഗരസഭയിൽ പക്ഷെ മൊത്തത്തിൽ എണ്ണി തീർന്നപ്പോൾ വെറും 400 വോട്ടിന്റെ ഈ കാര്യം പറഞ്ഞില്ല. മുസ്ലിംസിന് ഹിന്ദുത്വവാദികൾ നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെക്കാളും കഷ്ടമായി പോകുന്ന പേടി സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ RSSനെ പ്രധാന ലീഡർഷിപ്പിൽ ഒന്നും ഈ പോപ്പുലല്ല. താഴെത്തട്ടിലുള്ള RSSകാർ താഴെത്തട്ടിലുള്ള മുസ്ലിങ്ങളുമായിട്ട് ചില സ്ഥലത്ത് ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മുഖത്തുനിന്ന് തന്നെ അത് വായിച്ചെടുക്കാൻ പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വൺ സൈഡാണ്, അല്ല 2 സൈഡാണ്. എനിക്ക് കൃത്യമായി മനസ്സിലായത്. എന്നാൽ ടോപ്പ് ലെവലിൽ ലീഡർഷിപ്പ് ഇടപെടാൻ തുടങ്ങുമ്പോൾ ഇത് മാറും. പക്ഷേ ടോപ്പ് ലെവലിൽ ലീഡർഷിപ്പിന് ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് എന്നെപ്പോലുള്ള ആളുകളുടെ ഇടയിലൊക്കെ ആക്സസബിൾ ആകാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ ഗൃഹസന്ദർശനത്തിനൊക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചിലപ്പം വാലംകുട്ടി ആശൊക്കെ വന്നു തരും. എൻ്റെ വീട്ടിൽ വന്നില്ല, പണ്ട് വാപ്പുള്ള സമയത്ത് വീട്ടിൽ വന്നിട്ടെന്ന് തോന്നുന്നു വാപ്പന സുഹൃത്തെ. അല്ലാതെ പിന്നെ വരില്ല. താഴെത്തട്ടിലുള്ള ആളുകളാണ് വരിക. അപ്പോൾ അവരുടെ മുഖത്ത് എന്ന് വെച്ചാൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ കഥകൾ ഹിന്ദു മുസ്ലിം കലാപത്തിൻ്റെ കഥകളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാധനം മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇമോഷണൽ ബാക്ക് ഡ്രോപ്പ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് മാറാതെ മുസ്ലിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഈ സന്ദീപ് വാര്യരെ പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ചോദ്യം? ഒരു ജയചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ആർക്ക്? മുഹമ്മദ് ഗോവയ്ക്ക്. കാരണം
ജയേന്ദ്രൻ എന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ പക്ഷേ സന്ദീപ് വാര്യരുടെ പഴയ നിലപാടുകളൊക്കെ അല്ല, അതിഭീകര അതൊക്കെ മുസ്ലിം വിരുദ്ധ നീ ഇപ്പം ചിലപ്പോൾ സമയത്ത് ശക്തമായിട്ട് മുസ്ലിംസ് വെറുപ്പുണ്ടാക്കുന്ന രീതി സംസാരിച്ചിട്ടുണ്ട്. നീ ഇപ്പോൾ നാളെ കൊണ്ട് ആസ്വദിച്ചാണ്ട് കുറ്റം വന്ന നമ്മളെ ആളുകൾ സന്തോഷമായിരിക്കും, നീ വളരെ പ്രധാനപ്പെട്ട ആളായി മാറും. മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. ശത്രുവിന്റെ ശത്രു എപ്പോഴും മിത്രമല്ല. അങ്ങനെ ഗുലാം നബി ആസാദിനിടയ്ക്ക് ബി ജെ പിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. സന്ദീപ് വാര്യർ പോയത് കൊണ്ട് ബി ജെ പിക്ക് നല്ല നഷ്ടം ഈ ഇലക്ഷൻ കൗണ്ടിങ്ങിൽ സംഭവിച്ചു എന്ന് ഇല്ല എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ കൃഷ്ണകുമാറിന് പോയത് കൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ. പോയതോടുകൂടി സന്ദീപ് വാര്യരെ സപ്പോർട്ട് ചെയ്ത ആളുകൾ സന്ദീപ് വാര്യർക്കെതിരായി. അവർ ചിലപ്പം കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ പോകാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം പോയാതെ നിന്നിരുന്നെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ അവർ വോട്ട് ചെയ്യാൻ പോകുമായിരുന്നു. മനസ്സിലായി? അതാണ് കാര്യം. ഇപ്പൊ സന്ദീപ് വാര്യരുടെ ഗതി എന്താവും ഇനി കോൺഗ്രസിൽ? വിജയിച്ച് നിൽക്കുകയാണ് സന്ദീപ് വാര്യർ. വലിയ രീതിയിൽ മാധ്യമങ്ങളെ സന്ദീപ് വാര്യരെയും രാഹുൽ മാങ്കൂട്ടനെ രണ്ടുപേരെയും ചേർത്ത് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. തോറ്റു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഓക്കെ ഫൈൻ, നമുക്ക് എന്താണെന്ന് ഊഹിക്കാം. പക്ഷെ വിജയിച്ചു കഴിഞ്ഞു. ഈ കോൺഗ്രസിനകത്ത് സന്ദീപ് വാര്യർ സർവൈവ് ചെയ്യുമോ ഇല്ലയോ? സാധാരണ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി CPM-ലാണ് സംഭവിക്കുക. കോൺഗ്രസിലെ BJP-ക്കാരെ പോയി കഴിഞ്ഞാൽ ഈ പണ്ട് നല്ല കേരള പോലീസിന്റെ കളിക്കാരെ ബംഗാളിലെ ടീമുകൾ എടുത്ത് പിടിച്ചുകൊണ്ടുപോയി അവരെ കളിക്കാനേ നിൽക്കില്ല, റിസർവ് ബാങ്കിൽ ഇരുത്തി നശിപ്പിക്കുകയായിരുന്നു. അതിന് അപവാദം IM വിജയൻ മാത്രമാണ്. IM വിജയൻ അവിടെ താരമായി. ഇതേപോലെ സംഭവിക്കുക. പല ആളുകൾ ഞാൻ കണ്ടില്ല, വലിയ ആളുകളൊന്നും അല്ലാതായി പോകുന്നു. ഇപ്പോൾ CPI തന്നെ ഇവിടെ തന്നെ ജില്ലാ സെക്രട്ടറി ആമേന്ദ്രൻ നായർ ഇവിടെ ശശി തരൂരിനെ ആദ്യം മത്സരിച്ചത്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അങ്ങനെ പല ആളുകളെ എനിക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ കോൺഗ്രസിലേക്ക് ആളുകൾ പോകില്ലല്ലോ. ഒന്നെങ്കിൽ CPM-ലേക്ക് അല്ലേ പോവുള്ളൂ, അല്ലെ BJP-യിലേക്ക്. കോൺഗ്രസ് നിന്നാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് BJP-യിൽ ഏറ്റവും പ്രബലനായിട്ട് നിന്നിരുന്ന ഒരാൾ അയാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. അത് കൂടുതൽ ആളുകളെ പക്ഷേ ഇങ്ങനെ എതിർപ്പുള്ള ആളുകൾക്ക് കോൺഗ്രസിലേക്ക് വരാനുള്ള ചാൻസ് കോൺഗ്രസിൻ്റെ മുറയിലൊന്ന് ഇപ്പം ജയിച്ച സാഹചര്യം ബൂസ്റ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ ഈ പണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകരോട് പറഞ്ഞ പോലെ അദ്ദേഹം വന്നുകൊണ്ട് മുസ്ലിംസ് തിരിച്ചു വോട്ട് ചെയ്താൽ വെറുതെ വിചാരിക്കുക. മുസ്ലിംസ് സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യത്തിൽ BJP-നെ കേരളത്തിൽ തോൽപ്പിക്കാൻ മോഹൻജി ഭഗവത്തിൻ്റെ സപ്പോർട്ട് ഇട്ടാണെങ്കിൽ അവർ വളരെ ഹാപ്പിയാണ്. അത് മോഹൻജി ഭഗവത്ത് പണ്ട് അങ്ങനെ പറഞ്ഞു, നല്ല മോഡി ഇങ്ങനെ പറഞ്ഞു. മോഡിനോടല്ല അവർക്ക് RSS-നോട് വിരോധം. മോഡി വന്ന് ഗുജറാത്ത് കലാപത്തിൽ അന്ന് ചില തെറ്റി പറ്റിപ്പോയി. അതിന് കാരണം RSS ആണെന്ന് പറഞ്ഞാൽ പിന്നെ മോഡീനെ അവരുടെ കേരളത്തിന് മുഖ്യമന്ത്രി അയക്കുന്നത് അത്രയല്ലേ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.